A very good morning, my dear students of Corporation 19. Today our class is about divisions or components of cost. നമുക്കറിയാം നമ്മൾ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ പഠിച്ചപ്പോൾ എന്തെല്ലാം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതുപോലെ ഡയറക്റ്റ് ലേബർ പഠിച്ചു. ആൻഡ് നമ്മൾ എന്താ പറഞ്ഞത്, മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ് രണ്ട് തരത്തിലുണ്ടാവും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഓൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസിനെ പ്രൈം കോസ്റ്റ് എന്നും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ ഓവർ ഹെഡും എന്നും വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വേരിയസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ നിന്നും അതിൻ്റെ കമ്പോണൻസ് ഓഫ് കോസ്റ്റ് എങ്ങനെയാണെന്ന് പഠിക്കാം. ആദ്യം പ്രൈം കോസ്റ്റ്, ദെൻ ഫാക്ടറി കോസ്റ്റ്, പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്. അങ്ങനെ 4 കോസ്റ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണെന്ന് നോക്കാം. പ്രൈം കോസ്റ്റ് refers to the total of 3 important element of cost. 3 important element of cost ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് പറയാം? ഇറ്റ് ഈസ് ദ അഗ്രഗേറ്റ് ആണ്, അതിൻ്റെ ഒരു ടോട്ടലാണ് ഡയറക്റ്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ. സോ ഇതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൈ അതർ നെയിംസ് സച്ച് ആസ് ഫസ്റ്റ് കോസ്റ്റ്, ബേസിക് കോസ്റ്റ്, ഫൗണ്ടേഷൻ കോസ്റ്റ്. എന്തൊക്കെയാണ് പ്രൈം കോസ്റ്റിൻ്റെ മറ്റ് പേരുകൾ? ഫസ്റ്റ് കോസ്റ്റ്, ബേസിക് കോസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ കോസ്റ്റ്. ഇനി പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. എല്ലാ ഡയറക്റ്റ് മെറ്റീരിയലിനെയും ഡയറക്റ്റ് ലേബറിനെയും ഡയറക്റ്റ് എക്സ്പെൻസസിനെയും കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രൈം കോസ്റ്റ് അഥവാ ഫസ്റ്റ് കോസ്റ്റ്, ബേസിക് കോസ്റ്റ്, ഫൗണ്ടേഷൻ കോസ്റ്റ് കിട്ടുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ഫാക്ടറി കോസ്റ്റ്. എന്തിനെയാണ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് എന്ന് വിളിക്കുന്നത്? അപ്പോൾ അടുത്ത ഹെഡാണത്. പ്രൈം കോസ്റ്റ് കഴിഞ്ഞു, ഇനി അടുത്തത് ഫാക്ടറി കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് പ്രൈം കോസ്റ്റ് ആൻഡ് ഫാക്ടറി ഓവർ ഹെഡ്. എല്ലാ ഫാക്ടറി ഓവർ ഹെഡ് പ്രൈം കോസ്റ്റിൻ്റെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് വർക്ക് കോസ്റ്റ് അഥവാ ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. It is the actual expenses that are incurred in converting the raw materials into finished product. അതായത് വർക്ക് കോസ്റ്റ് എന്ന് വിളിപ്പേര് വരാൻ കാരണം എന്താണ്? അത് റോ മെറ്റീരിയൽസിനെ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ആക്ച്വലായിട്ട് എക്സ്പെൻസസ് നടന്നിട്ടുണ്ടോ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി കോസ്റ്റും കൂടി ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് പ്രൈം കോസ്റ്റ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലേ? സോ ഇറ്റ് ഈസ് ദ എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി റെന്റ് പെടാം, പ്ലാന്റ് ഡിപ്രീസിയേഷൻ പെടാം, റിപ്പയേഴ്സ് പെടാം, ഫാക്ടറി ഇൻഷുറൻസ് പെടാം, ഓഫീസ് സാലറീസ്, കോൾ, ഗ്യാസ്, പവർ, ഇതെല്ലാം ഫാക്ടറി ഓവർഹെഡിൽ വരുന്നതാണ്. സോ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? വർക്ക് കോസ്റ്റ് അഥവാ ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലിൽ അഥവാ ഡയറക്റ്റ് ലേബറിൽ, ഡയറക്റ്റ് എക്സ്പെൻസസിൽ എന്തൊക്കെയാണ് ഐറ്റംസ് വരുന്നതെന്നും പ്രൈം കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്നും പഠിക്കണം. ഫാക്ടറി കോസ്റ്റ് അഥവാ ഫാക്ടറി ഓവർഹെഡിൽ വരുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ ഫാക്ടറി ആണ് എന്ത്? ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡിൽ വരുന്ന ഐറ്റംസ് എന്തുകളൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ഫാക്ടറി റെന്റ്, പ്ലാന്റ് ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്, ഫാക്ടറി ഇൻഷുറൻസ്, കോൾ, ഗ്യാസ്, പവർ, ഇതെല്ലാം ഫാക്ടറി ഓവർഹെഡിൽ വരുന്നതാണ്. അതായത് ദിസ് ആർ ദ എക്സ്പെൻസസ് ദാറ്റ് ആർ ഇൻകോർഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, റോ മെറ്റീരിയൽ നിന്നും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ് എന്ത്? ഫാക്ടറി കോസ്റ്റ്. ഇനി അടുത്തതിലേക്ക് പോവാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് ദ അഗ്രഗേറ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആൻഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അതായത് ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ്
ഓഫീസിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓഫീസ് കോസ്റ്റ് കിട്ടുന്നത് അല്ലേ. സോ ഓഫീസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദീസ് ആർ ദ കോസ്റ്റ് ഇൻകോർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻ എന്റർപ്രൈസസ് അല്ലേ. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആണ് ഓഫീസ് ഓവർ ഹെഡ് വരിക. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഓഫീസ് റെന്റ്, പോസ്റ്റേജ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീസ്, അക്കൗണ്ടന്റ് സാലറി, ഓഫീസ് ലൈറ്റിംഗ്, ഹീറ്റിംഗ്, ടെലിഫോൺ ചാർജസ്, ഡയറക്ടേഴ്സ് ഫീസ്, ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ പെടുന്നതാണ്. സോ ഓഫീസ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് എങ്ങനെ കിട്ടിയത്, പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഇനി ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഓഫീസ് കോസ്റ്റ് നമുക്ക് കിട്ടും. ഇനി അടുത്തതാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ വെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഈസ് ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്തൊക്കെ വന്നു, ആദ്യം പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി അല്ലേ. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ ഓർ ടോട്ടൽ കോസ്റ്റ് കിട്ടും. മനസ്സിലായോ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. So in today's class we studied about how to prepare in the cost sheet. കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുന്ന കമ്പോണൻസ് ഓഫ് കോസ്റ്റിനെ, ഡിവിഷൻസ് ഓർ കമ്പോണൻസ് ഓഫ് കോസ്റ്റ് എങ്ങനെയാണെന്നാണ് പഠിച്ചത്. അത് പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇത് മൂന്നും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ്. ഐ ഹോപ്പ് യു വെൽ അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. താങ്ക് യു ഓൾ.